ടി20 ക്രിക്കറ്റ് അതിന്റെ എല്ലാ സൗന്ദര്യത്തോടും കൂടി റായ്പൂരിൽ അവതരിച്ചപ്പോൾ ന്യൂസിലാൻഡ് ഉയർത്തിയ കൂറ്റൻ റൺമല ഇന്ത്യക്ക് മുന്നിൽ വെറും മണൽക്കൂനയായി മാറി. രണ്ടാം ടി20യിൽ 7 വിക്കറ്റിന്റെ ആധികാരിക ജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. കിവീസ് ഉയർത്തിയ 209 റൺസ് എന്ന വിജയലക്ഷ്യം 28 പന്തുകൾ ബാക്കി നിൽക്കെ മറികടന്ന് ഇന്ത്യ പരമ്പരയിൽ 2-0 ലീഡ് നേടി. മലയാളി താരം സഞ്ജു സാംസണും യുവതാരം അഭിഷേക് ശർമ്മയും തുടക്കത്തിൽ തന്നെ പുറത്തായി ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കിയെങ്കിലും പിന്നീട് ക്രീസിൽ ഒന്നിച്ച ഇഷാൻ കിഷനും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനം റായ്പൂർ സ്റ്റേഡിയത്തെ ആവേശക്കടലാക്കി മാറ്റി. ആദ്യ മത്സരത്തിലെ പരാജയത്തിന് ശേഷം ശക്തമായ തിരിച്ചുവരവ് ലക്ഷ്യമിട്ടാണ് സഞ്ജു സാംസൺ ഇറങ്ങിയത്. എന്നാൽ റായ്പൂരിലും വിധി സഞ്ജുവിനെതിരായിരുന്നു. വെറും 6 റൺസ് മാത്രമാണ് സഞ്ജുവിന് നേടാനായത്. സഞ്ജു പുറത്തായതിന്റെ ഞെട്ടൽ മാറും മുമ്പ് കഴിഞ്ഞ മത്സരത്തിലെ ഹീറോ അഭിഷേക് ശർമ്മ ഗോൾഡൻ ഡെക്കായി മടങ്ങിയതോടെ ഇന്ത്യ തോൽവി മണത്തു. 209 റൺസ് പിന്തുടരുമ്പോൾ തുടക്കത്തിൽ തന്നെ 2 വിക്കറ്റുകൾ നഷ്ടമായത് ആരാധകരെ നിശബ്ദരാക്കി. 2 വിക്കറ്റുകൾ വീണതോടെ പ്രതിരോധത്തിലാകുമെന്ന് കരുതിയ ഇന്ത്യയെ ഇഷാൻ കിഷനും സൂര്യകുമാർ യാദവും ചേർന്ന് കൈപിടിച്ചുയർത്തുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. പ്രതിരോധമല്ല, പ്രത്യാക്രമണമാണ് തങ്ങളുടെ നയമെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇരുവരുടെയും ബാറ്റിംഗ്. വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിനായി സഞ്ജുവും ഇഷാനും മത്സരിക്കുമ്പോൾ കിട്ടിയ അവസരം ഇഷാൻ കിഷൻ മുതലാക്കി. വെറും 32 പന്തിൽ 76 റൺസാണ് ഇഷാൻ അടിച്ചു കൂട്ടിയത്. പവർ പ്ലേ ഓവറുകളിൽ ന്യൂസിലാൻഡ് ബൗളർമാരെ തലങ്ങും വിലങ്ങും പ്രഹരിച്ച ഇഷാൻ മത്സരത്തിന്റെ നിയന്ത്രണം ഇന്ത്യയുടെ കൈകളിലെത്തിച്ചു. മറുഭാഗത്ത് സൂര്യകുമാർ യാദവ് തന്റെ മിസ്റ്റർ 360 പദവിക്ക് ഇനം ചേരുന്ന പ്രകടനമാണ് പുറത്തെടുത്തത്. 37 പന്തിൽ പുറത്താകാതെ 82 റൺസ്. ഇരുവരും ചേർന്ന് 3-ാം വിക്കറ്റിൽ അടിച്ചുകൂട്ടിയ 122 റൺസാണ് മത്സരത്തിന്റെ ഗതി മാറ്റിയത്. ഫിനിഷിംഗിൽ ശിവൻ ദുബൈ. 10-ാം ഓവറിൽ ഇഷാൻ കിഷൻ പുറത്തായെങ്കിലും ഇന്ത്യയുടെ സ്കോറിംഗ് വേഗത കുറഞ്ഞില്ല. ക്രീസിലെത്തിയ ശിവൻ ദുബൈ സൂര്യയ്ക്ക് മികച്ച പിന്തുണ നൽകി. 18 പന്തിൽ പുറത്താകാതെ 36 റൺസ് നേടിയ ദുബൈ കൂറ്റൻ ഷോട്ടുകളിലൂടെ ഇന്ത്യയെ വിജയതീരത്തെത്തിച്ചു. 15.2 ഓവറിൽ ഇന്ത്യ ലക്ഷ്യം കണ്ടു എന്നത് ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിന്റെ കരുത്തു തെളിയിക്കുന്നു. ബൗളിംഗിൽ തിരിച്ചടി, പക്ഷേ ജയം. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ന്യൂസിലാൻഡ് നിശ്ചിത 20 ഓവറിൽ മികച്ച സ്കോറാണ് കണ്ടെത്തിയത്. മിച്ചൽ സാറ്റ്നർ, രജിൻ രവീന്ദ്ര എന്നിവരുടെ ഇന്നിംഗ്സുകൾ കിവീസിനെ 208 എത്തിച്ചു. ഇന്ത്യൻ ബൗളർമാർ കണക്കറ്റ് തല്ലുവാങ്ങിയെങ്കിലും കുൽദീപ് യാദവ് 2 വിക്കറ്റ് നേടി ഭേദപ്പെട്ട പ്രകടനം നടത്തി. ഹാർദിക് പാണ്ഡ്യ, ഹർഷിത് റാണ, വരുൺ ചക്രവർത്തി, ശിവൻ ദുബൈ എന്നിവർ ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി. തുടർച്ചയായ 2-ാം മത്സരത്തിലും പരാജയപ്പെട്ടത് സഞ്ജു സാംസണിന്റെ ലോകകപ്പ് മോഹങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ്. പ്രത്യേകിച്ചും ഇഷാൻ കിഷനെ പോലൊരു താരം കിട്ടിയ അവസരത്തിൽ 76 റൺസ് അടിച്ച് തിളങ്ങി നിൽക്കുമ്പോൾ ഓപ്പണർ റോളിൽ അഭിഷേക് ശർമ്മ തന്റെ സ്ഥാനം ഭദ്രമാക്കി കഴിഞ്ഞു. ഗുവാഹത്തിയിൽ നടക്കുന്ന അടുത്ത മത്സരത്തിൽ സഞ്ജുവിന് അവസരം ലഭിക്കുമോ എന്നത് കണ്ടറിയണം. പരമ്പര പിടിക്കാൻ ഗുവാഹത്തിയിലേക്ക്. 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ ഇപ്പോൾ 2-0 മുന്നിലാണ്. ജനുവരി 25-ന് ഗുവാഹത്തിയിൽ നടക്കുന്ന 3-ാം ടി20 ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം. നിലവിലെ ഫോം അനുസരിച്ച് ഇന്ത്യ പരമ്പര തൂത്തുവാരുവാനുള്ള സാധ്യതയാണ് കാണുന്നത്.